ഹലോ ഗൈസ്, ഇത് നമ്മുടെ ദുബായിൽ ഒരു 4ാമത്തെ ദിവസമാണ്. ഞാൻ ഹോഴ്സ് റൈഡിങ് ക്ലബ്ബിൽ കയറി ട്രെയിനറായിട്ട്. അവിടുന്ന് ഒരു കുതിര എടുക്കാനായിട്ട് പോണ പോക്കാണ് ഇത്. പോണ വഴിക്കാണ് കണ്ട എമിറേറ്റ്സിൻ്റെയൊക്കെ ഫ്ലൈറ്റുകളിൽ കാർ ഒതുക്കിയിട്ടേക്ക് നടക്കുന്ന നിര കിടക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് വീണ്ടും ഒരെണ്ണം ലാൻഡ് ചെയ്യും. ആ റോഡൊക്കെ കണ്ട് അന്തളിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. വണ്ടികളൊക്കെ പോകണണ്ടല്ലേ, ഒഴുകി പോണ കണക്ക് അങ്ങ് പോവുക. അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറേ വണ്ടിയും കണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നൈറ്റായി. എൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് എഴുന്നേറ്റപ്പോൾ രാത്രിയായി. അങ്ങനെ ഞങ്ങളത് ആ സ്റ്റേബിളിലെത്തി. അവിടെ ഒരുത്തം കിടന്ന് കൊരയോട് കൊര. ഞാൻ നോക്കിയപ്പോഴത്തേക്കാ ദാണ്ടേ ഈ ചിരിച്ചോണ്ടിരിക്കുന്നവനെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോണത്. ഇതാണ് നമ്മളെ വണ്ടി ഉമ്മാരെ കൊണ്ടുപോയി. ഇതിനകത്തൊരു 5 കുതിര നമുക്ക് സിമ്പിളായിട്ട് AC ഒക്കെയാണ് കേട്ടോ, കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇവിടെ AC ഇല്ലാതെയൊന്നും പോക്കത്ത് നടക്കത്തൊന്നുമില്ല. ഇവനാണ് വണ്ടിയിലോട്ട് കയറാൻ പോകണം നമ്മൾ ആദ്യത്തെ പുള്ളി. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇവൻ്റെ ട്രെയിനർ. അപ്പോഴത്തേക്ക് ഇവനെ നമ്മളെ വണ്ടിയിലോട്ട് പുള്ളി തന്നെയാണ് കയറ്റി തരുന്നത്. അങ്ങനെ അവനെ അവിടെ ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു നിന്നപ്പോഴത്തേക്ക് ഇതാ വരുന്നു അടുത്ത 2 പേര്. ഇവന്മാരൊക്കെ ജമ്പിങ് ഹോഴ്സാണ് കേട്ടോ. അതാണ് ഇത്ര വലിപ്പവും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇതിനൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ്. ബാക്കി സാധാ ഹോഴ്സിന് വലിയ റേറ്റില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇത് അവിടുത്തെ ഗ്രൂമറാണ് കേട്ടോ. ഈ പുള്ളിയാണ് അതിന് നമുക്ക് വണ്ടിയിലോട്ട് കയറ്റി തന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവൻ്റെ ഫീഡും കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇവന്മാരെ സാധനങ്ങളാണ് കേട്ടോ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാരെ സാഡിലായാലും ബ്രൈഡിലായാലും ഇവന്മാരെ സാധനങ്ങൾ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇവർ. കണ്ട തീറ്റത്തൊട്ടി വരെ തന്നവന്മാർ. ഇതിനകത്താണ് അതിന് ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് അത് സഹിതവന്മാർ നമുക്ക് തന്നു വിട്ട് കളഞ്ഞ്. നമ്മൾ ആ ക്ലബ്ബ് ഒന്ന് ചുറ്റിക്കാണാൻ പോയത്. ഇത് കണ്ടോ ഫുള്ള് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇവിടെ. രാത്രി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റാത്തൊരു രീതിയിൽ കാണുന്നത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മളില്ല, തിരിച്ച് അവരാണ് വണ്ടിയിൽ പോണത്, ഞങ്ങൾ തിരിച്ച് കാറിലാണ് പോണേന്ന്. വണ്ടി പോണത് കണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. റോഡിലിറങ്ങി വായി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് വേറെ സംഭവം കണ്ടത്. അപ്പോഴത്തേക്കാണ് അത് കുതിരയെ കൊണ്ടാണ് അടുത്ത സാധനം കണ്ടത്. എന്താ അല്ലേ ഷെടാ, മേഡം എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ബേക്കിരുന്ന് എൻ്റെതായിട്ടുള്ള വ്ളോഗൊക്കെ എടുത്ത് ചില്ലായിട്ടിരിക്കുകയാണ്. പുള്ളി പേര് പറയണത് എനിക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ തിരിച്ച് നമ്മളെ സ്റ്റേബിളിലെത്തി. ഇതാണ്ടോ നമ്മളെ ജമ്പിങ് ഹോഴ്സുകൾ. ഇവരെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വയറിൽ നിന്ന് വെളിയൊന്ന് കഴിക്കാൻ പോകണം. പുറത്തിറങ്ങിയപ്പോൾ ദാ കിടക്കുന്ന ഫ്രണ്ടിൽ തന്നെ ഞാൻ പതിയെ പാട്ടും പാടി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് പുറത്തോട്ട്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്ന്. ഇതിൻ്റെ ഇടയിൽ കടയുടെ കുറച്ച് ഷോട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി വിശപ്പിൻ്റെ ഇടയിൽ. അങ്ങനെ ഇതും കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ഞാൻ. തിരിച്ച് സ്റ്റേബിളിലെത്തിയിട്ട് കിടന്നുറങ്ങണം.